നമസ്കാരം. പീപ്പിൾ ടിവിയുടെ തത്സമയ വാർത്താധിഷ്ഠിത ചർച്ചാ പരിപാടിയായ ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ബാലകൃഷ്ണപിള്ളയുടെ ദിനം തന്നെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിടിവിടാതെ പിള്ള. UDFിനെ വെല്ലുവിളിച്ച് ബാലകൃഷ്ണപിള്ള ഇന്നും രംഗത്തെത്തി. മുഖ്യമന്ത്രിയും UDFും ആദ്യം തന്നോടും പാർട്ടിയോടും ചെയ്ത തെറ്റുകൾ തിരുത്തട്ടെ, താൻ UDFിൽ നിന്ന് പുറത്തു പോകില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ അവർക്ക് എന്നെ പുറത്താക്കാമെന്നും പിള്ള ഇന്ന് രാവിലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDFിന് ശക്തമായ മുന്നറിയിപ്പും വെല്ലുവിളിയുമായാണ് ആർ ബാലകൃഷ്ണപിള്ള ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയത്. പിള്ള തെറ്റുതിരുത്തണമെന്ന് ആവശ്യപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ UDF യോഗ തീരുമാനത്തോടായിരുന്നു പിള്ളയുടെ ആദ്യ മറുപടി. ആദ്യം തങ്കച്ചനും UDFും ചെയ്യേണ്ടത് 4 കൊല്ലമായി കേരള കോൺഗ്രസ് ബിയോടുള്ള 100 കണക്കിനുള്ള തെറ്റുകൾ ആദ്യം തിരുത്തിയിട്ട് വേണം ഉപദേശിക്കാൻ. ഇനി ഒരു UDF യോഗത്തിനും പാർട്ടി പോകില്ല. UDF ഞാൻ വിടില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ അവർക്കെന്നെ പുറത്താക്കാമെന്നും പിള്ള വ്യക്തമാക്കി. വിടുത്തി ഞാൻ അഴിമതി വിരുദ്ധ പോരാട്ടം തുടരും. അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നതിൻ്റെ പേരിൽ UDF വിടണമെങ്കിൽ എന്നെ പുറത്താക്കിക്കൊള്ളട്ടെ, എനിക്ക് പരാതിയില്ല. ഞാൻ ഇനി UDFിൻ്റെ യോഗത്തിന് പോകുകയില്ല. ഇന്നലെ എന്നെ വിളിക്കാതെ ഈ കൊള്ളരുതായ്മകൾ കാണിച്ചവരുടെ മുമ്പിലേക്ക് ഞാനില്ല. ബാർക്കോഴ വിഷയത്തിൽ KM മാണി മാത്രമാണ് പണം വാങ്ങിയതെന്ന് പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. വിഷയം ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും പിള്ള ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ UDFിനെതിരെ ശക്തമായ സ്വരവുമായി രംഗത്ത് വന്ന ആർ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുക്കളും ശത്രുക്കളും ഇല്ലെന്നും ആശയങ്ങൾ മാത്രമാണുള്ളതെന്നും പറഞ്ഞാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എസ് ഷീജ, തിരുവനന്തപുരം. നമ്മൾ ചർച്ചയിലേക്ക് വരാം. അതിനു മുൻപായി ഇന്നത്തെ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് 29-ാം തീയതിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി, പിള്ളയുടെ കാര്യം 28-ാം തീയതിക്ക് ശേഷം പറയാം എന്ന്. UDFിൽ തുടരണമെങ്കിൽ മിതത്വം പാലിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ആ അഭിപ്രായ പ്രകടനത്തിലേക്ക്. അദ്ദേഹത്തിന് UDFിൽ തുടരുന്നെങ്കിൽ UDFിൽ തുടരുന്നതിൻ്റെ ആ മിതത്വം പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുടരാം. അതല്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കും. ഇന്ന് ബാലകൃഷ്ണപിള്ളയുടെ പത്രസമ്മേളനത്തിന് ശേഷം തൊട്ടുപിറകെ അദ്ദേഹം ഒരിക്കൽ കൂടി നിയമം ലംഘിച്ചപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? തെറ്റ് തിരുത്തണമെന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തെറ്റ് തിരുത്തണം എന്നാണ്. താനല്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത്, തിരുത്തണം എന്ന് പറയുമ്പം UDFിൻ്റെ ഇന്നലെ എടുത്ത അനുനയന സ്വഭാവത്തോടു കൂടിയ നിലപാട് ധിക്കരിക്കുകയാണ് ബാലകൃഷ്ണപിള്ള ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികഗതിയിൽ ഇനിയൊരവസരം കൂടി നൽകില്ല എന്ന് പറഞ്ഞ UDFിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി ഇത്തവണ അദ്ദേഹം വീണ്ടും അത് ലംഘിച്ചപ്പോൾ പുറത്താക്കുകയാണ് വേണ്ടത്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം കുറേ കൂടി പതറ്റിക്കായ ഒരു സിറ്റുവേഷനിലെത്തിക്കൊണ്ട് സംസാരിച്ചത് നാം കേട്ട് കഴിഞ്ഞു. ഇടതുമുന്നണി ഒരു ഓഫറും അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടില്ല. പക്ഷേ അഴിമതി വിരുദ്ധ നീക്കങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ നീക്കങ്ങൾക്ക് പിന്തുണ നൽകാൻ തയ്യാറാണ് എന്ന് ശ്രീ പിണറായി വിജയനും ശ്രീ VS അച്യുതാനന്ദനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് VS അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയുടെ മോഹങ്ങൾക്ക് ഒരു അളവ് വരെ തടസ്സം അല്ലെങ്കിൽ പിന്തുണയില്ല എന്നുള്ള വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയിലേക്ക് അദ്ദേഹം വരുന്ന സാഹചര്യമില്ല എന്ന് VS ഇന്ന് വ്യക്തമാക്കിയോടുകൂടി പിള്ളയ്ക്ക് അങ്ങനൊരു മോഹമുണ്ടെങ്കിൽ അത് അവസാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അറിവും പക്വതയും കൊണ്ട് പ്രഗത്ഭനായ നേതാവ് തന്നെയാണ് ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് UDFിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് UDFിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു UDF സംവിധാനത്തിൽ അതിൻ്റേതായ ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല പാർട്ടികൾ ചേരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ ഓരോ പാർട്ടിയുടെയും നയങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ നയങ്ങളും നടപ്പിലാക്കാനുള്ള രീതിയല്ല, മറിച്ച് പൊതുവായി ഒരു ധാരണയിലെത്തി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്കാണ് മുന്നണി സംവിധാനങ്ങൾ മാറുന്നത്. അങ്ങനെ UDFിൻ്റെ ഒരു ഘടകകക്ഷിയായിട്ട് കേരള കോൺഗ്രസ് ബി മാറുമ്പോൾ കേരള കോൺഗ്രസ് ബിയും UDFിൻ്റെ തീരുമാനങ്ങളും അതുപോലെ ചട്ടവട്ടങ്ങളും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായൊന്നുമല്ല. പിന്നെ VS അച്യുതാനന്ദൻ സ്വാഗതം ചെയ്തു എന്നതുകൊണ്ട്
അങ്ങ് രാഷ്ട്രീയം മാറ്റിമറിച്ച് കളയാന്നുള്ള ധാരണ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് ബാലകൃഷ്ണപിള്ള സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസ്താവന മുൻനിർത്തി നടപടിയെടുക്കേണ്ടതുണ്ട്. ഞാൻ ആ പ്രസ്താവന മുഴുവൻ കേട്ടില്ല, എങ്കിലും കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും UDF ഇന്നലെ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ബാലകൃഷ്ണ സാറിൻ്റെ പ്രസ്താവനകളെങ്കിൽ സ്വാഭാവികമായിട്ടും UDFന് പിന്നെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയും. ബാലകൃഷ്ണ സാറിൻ്റെ ആ അന്നത്തെ ആ പരാമർശം മൊത്തത്തിൽ UDFനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഓഫ് കോഴ്സ് അഫക്റ്റഡ് പാർട്ടി കേരള കോൺഗ്രസ്സാണ്, പക്ഷേ മൊത്തം UDFൻ്റെ പ്രതിച്ഛായക്കും UDFൻ്റെ ഒരു ഇതിനുമൊക്കെ കളങ്കം ചാർത്തുന്ന ഒരു രീതിയിലായിപ്പോയി ബാലകൃഷ്ണ സാറിൻ്റെ അന്നത്തെ പ്രസംഗം, അന്നത്തെ ആ ഫോൺ സംഭാഷണം. അതുകൊണ്ട് അത് UDF ആണ്, പ്രത്യേകിച്ച് മുഖ്യകക്ഷിയായ കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടുമായി രംഗത്ത് വരേണ്ടത്. അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കും. അത് കേരള രാഷ്ട്രീയ രംഗത്ത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാൻ സർവ്വതാ യോഗ്യനാണ് മാണി സാറ്. അതിന് കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ രീതിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാനും ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞുപോയ കാര്യമാണ്. ആയിക്കോട്ടെ, PC ജോർജിനെ കുറിച്ച് എന്താണ്? അദ്ദേഹം പോയിക്കോട്ടെ എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? PC ജോർജ് എങ്ങനെ പോയിക്കോട്ടെ എന്ന് UDFിൽ നിന്ന്, അല്ലെങ്കിൽ PC ജോർജിനെ VS അച്യുതാനന്ദൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെയൊന്നും വെച്ച് പൊറുപ്പിക്കാൻ തൽക്കാലം UDF ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുമില്ല. ഇല്ല, PC ജോർജ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ UDFിൻ്റെ ഭാഗമാണ്, UDFിൽ ഉറച്ചെങ്കിലും UDFിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ, ലക്ഷ്യമെന്ന് PC ജോർജ് ഇന്നലെ വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവിടുന്ന് പോകും എന്നുള്ള ഒരു സംശയം നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ്.